കേരളത്തിലടക്കം ഇന്ത്യയിലുടനീളം മദ്യപാനികളുടെ എണ്ണം നോക്കുകയാണെങ്കിൽ കുറച്ച് അധികം തന്നെയാണ്. ഇത്തരത്തിൽ അധികമായി വരുന്നത് ഒരു പരിധിവരെ നമ്മുടെ സർക്കാരിൻ്റെ ഖജനാവിലേക്ക് എത്തുന്നതിൻ്റെ പണത്തിന് വലിയ സ്വാധീനമുള്ള കാര്യം തന്നെയാണ് മദ്യശാലകൾ. മദ്യശാലകൾ എന്ന് പറയുമ്പോൾ പബ്ബുകളും ബാറുകളും പിന്നെ നമ്മുടെ ബിവറേജും എല്ലാം ഉൾപ്പെടുന്നുണ്ട്. ഇവിടെ നിന്നും സ്ഥിരമായി മദ്യം മേടിക്കുന്ന നിരവധി ആളുകൾ നമ്മുടെ കേരളത്തിൽ അടക്കമുണ്ട്. എല്ലാ സംസ്ഥാനങ്ങളിലും മദ്യം വാങ്ങുന്നതിനും വിൽക്കുന്നതിനും ഇഷ്ടംപോലെ ആളുകളുണ്ട്. സർക്കാർ അംഗീകൃത മദ്യം തന്നെ മേടിക്കണം, ഇല്ലെങ്കിൽ പല അപകടങ്ങളും ഉണ്ടാകും. അതുമാത്രമല്ല, അത് സർക്കാരിൽ നിന്നും മേടിക്കുമ്പോൾ തന്നെയാണ് സർക്കാരിൻ്റെ ഖജനാവിലേക്ക് പണം എത്തുകയുള്ളൂ. എല്ലാവരും പറയുന്നത് പോലെ തന്നെ കേരളത്തിലടക്കം എല്ലാ ഖജനാവിലേക്കും പണം എത്തുന്നതിൻ്റെ പ്രധാനപ്പെട്ട സോഴ്സുകളിൽ ഒന്ന് ഈ ഒരു മദ്യനയം തന്നെയാണ്. എന്നാൽ ഇനി മദ്യം മേടിക്കുന്നവർ കുറച്ചധികം ബുദ്ധിമുട്ടേണ്ടി വരും. കാരണം മദ്യം മേടിക്കുന്നവർക്ക് പുതിയ നിബന്ധനയുമായി സർക്കാർ ഇപ്പോൾ രംഗത്ത് വരികയാണ്. നിരവധി ആളുകൾ പ്രായപൂർത്തിയാകാതെ തന്നെ മദ്യം മേടിക്കുന്നുണ്ട് എന്നുള്ളൊരു ന്യൂസ് കിട്ടിയതിനെ തുടർന്ന് സർക്കാർ പുതിയൊരു നിയമരേഖ പുറത്തു വന്നിരിക്കുകയാണ്. കൃത്യമായ തിരിച്ചറിയൽ രേഖ ഉള്ളവർക്ക് മാത്രമേ ഇനി മദ്യം നൽകാവൂ എന്നതാണ് പുതിയ നിയമം. അത് ബാറിൽ നിന്നായാലും ബിവറേജിൽ നിന്നായാലും പബ്ബിൽ നിന്നായാലും നിങ്ങൾ സർക്കാർ അംഗീകൃത തിരിച്ചറിയൽ കാർഡ് കാണിച്ചാൽ മാത്രമേ നിങ്ങൾക്കിനി മദ്യം മേടിക്കാൻ സാധിക്കൂ എന്നതാണ് പുതിയ നിയമം. ഈ നിയമം കൊണ്ട് ഒരു പരിധിവരെ പ്രായപൂർത്തിയാകാത്ത കുട്ടികൾക്ക് മദ്യം വിൽക്കുന്നത് തടയാനും മദ്യപിച്ച് വാഹനം ഓടിക്കുന്നത് തടയാനും അതുപോലെയുള്ള പൊതു പ്രശ്നങ്ങൾ ഏതൊക്കെയാണോ അതിനെല്ലാം ഒരു അറുതി വരുത്താൻ സാധിക്കുമെന്നാണ് സർക്കാരിൻ്റെ നിരീക്ഷണം. കേരളത്തിൽ 23 വയസ്സ് പ്രായം പൂർത്തിയായവർക്ക് മാത്രമേ മദ്യം വിൽക്കാവൂ എന്നുള്ളൊരു നിയമമുണ്ട്. അതുപോലെ ഗോവ പോലുള്ള സംസ്ഥാനങ്ങളിൽ 18 വയസ്സ് പൂർത്തിയായവർക്ക് മാത്രമേ മദ്യം വിൽക്കാൻ പാടുള്ളൂ. അതേസമയം ഡൽഹിയിലും മഹാരാഷ്ട്രയിലുമൊക്കെ 25 വയസ്സ് പൂർത്തിയായാൽ മാത്രമേ മദ്യം വിൽക്കാൻ പാടുള്ളൂ എന്നുള്ളൊരു നിയമങ്ങളൊക്കെ ഉണ്ട്. ഓരോ സംസ്ഥാനങ്ങളിലും പ്രായം വ്യത്യാസപ്പെടുന്നുണ്ട്. അങ്ങനെയുള്ള സംസ്ഥാനങ്ങളിൽ നിങ്ങൾ പ്രായം തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ, അതായത് തിരിച്ചറിയൽ രേഖകളോ സർക്കാർ അംഗീകൃത തിരിച്ചറിയൽ രേഖകൾ ഉണ്ടെങ്കിൽ മാത്രമേ ഇനി നിങ്ങൾക്ക് മദ്യം ലഭിക്കൂ എന്നാണ് സർക്കാരിൻ്റെ പുതിയ നിയമം. ഇത് എത്രത്തോളം പ്രാബല്യത്തിലാകും എന്നുള്ളത് സംശയമാണ്. കാരണം ഇപ്പോൾ തന്നെ ബിവറേജിലടക്കം വലിയൊരു ക്യൂ തന്നെയുണ്ട്. ഇനി തിരിച്ചറിയൽ കാർഡും കൂടെ കാണിക്കാൻ നിൽക്കുമ്പോൾ ആ ക്യൂവിൻ്റെ എണ്ണം കൂടും. അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടുകാർ തന്നെ ഈ ഒരു നിയമത്തെ മാറ്റിയെടുക്കും എന്നുള്ളത് കാര്യം ഉറപ്പാണ്. എന്നാൽ പോലും നല്ല കാര്യത്തിലായതുകൊണ്ട് ഈ നിയമം നല്ലതായിട്ട് തന്നെ വരട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.